നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലപ്പാട് ആനവിഴുങ്ങി നാഷണൽ ഹൈവേയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മാരക തൃശൂർ ജില്ലാതല ചിത്രരചന മത്സരം ഫെബ്രുവരി 7 നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രമിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കുടിവെള്ള പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. വലപ്പാട് ആനവിഴുങ്ങി നാഷണൽ ഹൈവേയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. വലപ്പാട് ആനവിഴുങ്ങി നാഷണൽ ഹൈവേയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. ഇന്നുച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെയായിരുന്നു അപകടം. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ബാൻഡ് മേളത്തിലെത്തിയ കലാകാരൻ അഭിജിത്തിനാണ് അപകടം സംഭവിച്ചത്. അഭിജിത്ത് ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. തൃപ്പയാർ ഭാഗത്തു നിന്നും വന്ന വാഹനം ഡിവൈഡറിൽ ഇടിച്ച് 500 മീറ്റർ അപ്പുറം എത്തിയിരുന്നു. വാഹനത്തിന്റെ എഞ്ചിനും മറ്റു പാർട്സുകളും പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. കാലിന് സാരമായി പരിക്കേറ്റ അഭിജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മാരക തൃശൂർ ജില്ലാതല ചിത്രരചന മത്സരം ഫെബ്രുവരി 7 നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 7 ശനിയാഴ്ച രാവിലെ 10:30 തൃപ്പയാർ NES കോളേജ് ക്യാമ്പസിലാണ് തൃശൂർ ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പെൻസിൽ ഡ്രോയിങ് ഇനത്തിലും 5 മുതൽ 8 വരെ വാട്ടർ കളർ ഇനത്തിലുമാണ് മത്സരം. 9846667651 എന്ന വാട്സ്ആപ്പ് നമ്പർ വഴിയോ നേരിട്ടോ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് 50 രൂപ. ഓരോ വിഭാഗത്തിനും 1, 2, 3 സ്ഥാനങ്ങളിലായി 5000, 3000, 2000 രൂപ വീതം ക്യാഷ് പ്രൈസും നൽകുമെന്ന് തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിലൂടെ ചെയർമാൻ ശിവൻ കണ്ണോളി, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, AN സിദ്ധപ്രസാദ്, രാമു ചേർത്തേടത്ത് തുടങ്ങിയവർ അറിയിച്ചു. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രമിളക്ക് മഹോത്സവം ആഘോഷിച്ചു. മഹോത്സവ ദിനമായ വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ശീവേലി എഴുന്നള്ളിപ്പ്, തുടർന്ന് 11 മണി മുതൽ 8ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി വരവും, 3 മണിക്ക് ആനകൾ അണിനിരുന്ന കാഴ്ച ശീവേലിയും, വൈകിട്ട് ദീപാരാധന, വർണ്ണമഴ, സ്പെഷ്യൽ നാദസ്വര കച്ചേരി, ശാസ്താംപാട്ട്, രാത്രി 11 മുതൽ ഭസ്മക്കാവടി, 12 മണി മുതൽ വിവിധ കമ്മിറ്റികളുടെ കാവടി വരവും, പുലർച്ചെ 3:30 നടപ്പുര പഞ്ചവായത്തോടു കൂടിയ ആന എഴുന്നള്ളിപ്പും നടന്നു. ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ TR സുഖിൽദാസ്, ചെയർമാൻ TR ജനാർദ്ദനൻ, ട്രഷറർ സജീവ് TS, സുധാകരൻ TV എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുടിവെള്ള പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി.
ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റും പ്രദേശവാസികളും ചേർന്നാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചളിങ്ങാട് RCUP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തുരുത്തിൽ സമാപിച്ചു. CPT പ്രസിഡന്റ് PN നസീർ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി KM സൈഫുദ്ദീൻ ആമുഖ പ്രസംഗം നടത്തി. PK നാസർ, TS മുസ്തഫ, TS നജീബ്, PMA ജബ്ബാർ, റൂബി നാസർ, നൂർജഹാൻ മുസ്തഫ എന്നിവർ സംസാരിച്ചു. പല ഡേറ്റുകളും ഈ ഒരു റോഡിന്റെ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് പറഞ്ഞതാണ്. പല ഡേറ്റുകളും ആ ഡേറ്റുകളെല്ലാം കഴിയും. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഇതുവരെയും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല, നടത്താനാരും മുന്നോട്ട് വന്നിട്ടുമില്ല. ഈ ഒരു അവസരത്തിലാണ് ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് പ്രദേശവാസികളുമായി സഹകരിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇന്നലെയും മിനിയാന്നുമായിട്ടൊക്കെ ഞങ്ങളിത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ 11-ാം തീയതി ഇതിന്റെ വർക്ക് തുടങ്ങും. അങ്ങനെയുള്ള വീണ്ടും ഒരു ഡേറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്തു നിന്നുണ്ടായി. കാതിക്കോട്ട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ നവീകരിച്ച KG പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, അൽ അക്സ വിഷൻ ന്യൂസ് ചാനൽ എന്നിവയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ഇതോടൊപ്പം മഷിത്തണ്ട്, ബ്ലൂ എന്നീ പാത്രങ്ങളുടെ പ്രകാശനവും ദേശീയ ഡിജിറ്റൽ ഫെസ്റ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അമൻ ഹാരിസിന് ആദരവും നൽകി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അൽ അക്സ ഓഡിറ്റോറിയം നടക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ PM മുഹമ്മദ് ആരിഫ് IPS, കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ES മുഹമ്മദ് അലി, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ്, സാഹിത്യകാരൻ E ജിനൻ, ഡോക്ടർ P കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് അംഗം KH യാസർ തുടങ്ങിയവർ പങ്കെടുക്കും. കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, സ്കൂൾ മാനേജർ PM മുഹമ്മദ് സുഹൈൽ, അക്കാദമിക് കോർഡിനേറ്റർ VK മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് TR ജിമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തുരുത്തി പയ്യന്നൂർ പൂക്കോട്ട് പാടശേഖരങ്ങളിൽ നെൽകൃഷി സജീവമായി. പയ്യന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായതോടെയാണ് എടത്തുരുത്തി പഞ്ചായത്തിൽ നെൽകൃഷിക്ക് വൻ വിജയം കൈവരിക്കാനായത്. വെള്ളക്കുറവ് മൂലം ഉപേക്ഷിക്കപ്പെട്ടിരുന്ന പാടങ്ങൾ വീണ്ടും പച്ചപ്പണിയുകയും നെൽകൃഷി സജീവമാവുകയും ചെയ്തു. എടത്തുരുത്തി പയ്യന്നൂർ പൂക്കോട് പാടശേഖരത്തിൽ കടവത്ത് കുമാരന്റെയും ആശാരിപ്പറമ്പിൽ തങ്കമണിയുടെയും നേതൃത്വത്തിലാണ് ഇത്തവണ നെൽകൃഷി നടത്തിയത്. മികച്ച വിളവാണ് ലഭിച്ചത്. വിളവെടുപ്പോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷനിത ലെനിൻ, ഷാജഹാൻ VV, സുവീഷ്, കൃഷി ഓഫീസർ മേഘ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനീത എന്നിവരും പങ്കെടുത്തു. അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ പരിശോധിച്ച ശേഷം നടപ്പാക്കാൻ കഴിയുന്ന ഈ കാർഷിക രംഗത്ത് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ പരിപാടിക്കുള്ള സഹായങ്ങളെല്ലാം അവരോടൊത്തുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ തന്നെ ഞങ്ങളിത് വന്നത് കാണാനും ഇതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയാനും ഉള്ള സന്നദ്ധത കാണിച്ചത്. കാർഷിക മേഖലയെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയൊക്കെ വളരെ ഉപകാരമായി കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും കൂടുതലായിട്ട് ഇവർ കൃഷി ചെയ്യാനും PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം സാനിറ്ററി നാപ്കിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സാക്ഷരത, തൊഴിൽ നൈപുണ്യ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായുള്ള പദ്ധതിയുടെ ജില്ലാതല വിതരണോദ്ഘാടനം ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ N ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, PN പണിക്കർ തൃശൂർ ജില്ലാ ഭാരവാഹികളായ MA സാദിഖ്, KG ബാബുരാജ്, ബദറുദ്ദീൻ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. രണ്ട് വാക്ക് അദ്ദേഹത്തെ പറ്റി പറയണം. PN പണിക്കർ ആലപ്പുഴ ജില്ലയിലെ നിലമ്പേരൂർ എന്ന് പറയുന്ന LP സ്കൂളിൽ അധ്യാപകനായിരുന്നു. അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം 1926 സനാതന ധർമ്മം എന്ന് പറയുന്നൊരു ഗ്രന്ഥശാല സ്ഥാപിക്കുകയും പിന്നീട് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള ഒരാളാണ്. അറിവ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ധാരാളം ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് നമ്മുടെ കേരളത്തിലിപ്പോൾ ജൂൺ 19 മുതൽ 26 വരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരം ആചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ്. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 28ാമത് ഉറൂസ് മുബാറക് ഈ മാസം 7, 8, 9 തീയതികളിൽ നടക്കും. ഫെബ്രുവരി 7 രാവിലെ 9:30 അബൂബക്കർ സാദി
കക്കിടിപ്പുറം കൊടിയുയർത്തും. തുടർന്ന് കൂട്ട സിയാറത്ത്. വൈകിട്ട് 7 നടക്കുന്ന ആത്മീയ സംഗമത്തിൽ സയ്യിദ് സൈനുദ്ദീൻ സഖാവി, അൽ ബുഖാരി, അബ്ബു സമദ് സഖാവി, അസ്ലാം മുസ്ലിയ എന്നിവർ നേതൃത്വം നൽകും. ഫെബ്രുവരി 8 വൈകിട്ട് 6:30 ദിക്കർ ഹൽഗ, 7:30 മജ്ലിസുൽ ഖരീമിക് സയ്യിദ് ജാഫർ സൊദ്ദിഖ് അൽ ബുഖാരി നേതൃത്വം നൽകും. അനസ് സമ്മാനി മുഖ്യ പ്രഭാഷണം നടത്തും. ഫെബ്രുവരി 9 വൈകിട്ട് 7 നടക്കുന്ന ഖത്തം ദുആക്ക് അലി മുസ്ലിയാർ വെട്ടത്തൂർ നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന അന്നദാനം CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ CA മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. ബയാർ തങ്ങൾ സമാപന പ്രാർത്ഥന നിർവഹിക്കുമെന്നും മാർക്കസ് അൽ ഇജാബ ഭാരവാഹികളായ PA അബൂബക്കർ ഹാജി, PB മൂസ ഹാജി, സിറാജുദ്ദീൻ സഹായി, അബ്ദുൾ അസീസ് അമാനി, KS നൌഷാദ്, PH അബ്ദുൾ റഷീദ്, ആഹിൽ ഷറഹാദ് സഖാവി എന്നിവർ അറിയിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഴക്കന്ന്, വളം എന്നിവ വിതരണം ചെയ്തു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത കുമാരി, കൃഷി ഓഫീസർ മേഘ, പഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. കാർഷിക മേഖലയിലുള്ള പല പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് മുമ്പ് പച്ചക്കറി തൈക്കള വിതരണങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വാഴക്കന്നും അതോടൊപ്പം തന്നെ 15 വാഴക്കന്നും അതോടൊപ്പം 10 കിലോ വളവുമാണ്. അപ്പോൾ അത് കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഞാലിപ്പൂവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും. നല്ലൊരു താല്പര്യം അല്ലെ, കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പഴം എന്ന് പറയുന്നത് ഞാലിപ്പൂവനാണ്. മറ്റുള്ള പഴത്തിനേക്കാൾക്ക് കൂടുതൽ. ചന്ദ്രാപ്പിനിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. 17-ാം കല്ല് സെന്ററിന് വടക്ക് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. പറമ്പിലെ പുല്ലും വൃക്ഷങ്ങളും പൂർണ്ണമായും കത്തിയ നിലയിലാണ്. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമല്ല. നാട്ടിയ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ചന്ദ്രാപ്പിനി ദേശീയപാതയിൽ പിക്കപ്പ് വാഹനം മറിഞ്ഞ് അപകടം. ചാലക്കുടിയിൽ നിന്ന് പാലുമായി കാഞ്ഞാണിലേക്ക് പോയിരുന്ന വാഹനമാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ റോഡിന് സമീപം ഇന്നുച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. വാഹനത്തിന് ടയർ പൊട്ടിയാണ് നിയന്ത്രണം വിട്ടതെന്ന് വാഹനത്തിലുണ്ടായിരുന്നവർ പറയുന്നു. സമീപത്തെ കടയുടെ മുന്നിലേക്കാണ് വാഹനം മറിഞ്ഞത്. 2 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ട്. ഇദ്ദേഹത്തെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന പാൽ റോഡിൽ ഒഴുകിയ നിലയിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ആനവിഴുങ്ങി നാഷണൽ ഹൈവേയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മാരക തൃശൂർ ജില്ലാതല ചിത്രരചന മത്സരം ഫെബ്രുവരി 7 നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രമിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കുടിവെള്ള പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.